എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആന ടീച്ചർ അവളാണെങ്കിൽ ആ ബ്രിഡ്ജിന്റെ നടുവിലേക്ക് വന്ന് പ്രിൻസസിന്റെ ബോഡിയിൽ കത്തി കുത്തി ഇറക്കും. ഹിമാവരിയും കൊവാക്കിയാണെങ്കിൽ ആ കാഴ്ച കണ്ട് നിലവിളിക്കുകയാണ്. അടുത്ത നിമിഷം ടീച്ചർ അവളെ നിലത്തിട്ട് അതിനുശേഷം ആ ബ്രിഡ്ജ് രണ്ടായിട്ട് തകർക്കും. ഹിമാവരിയും കൊവാക്കിയാണെങ്കിൽ ഒരു ഭാഗത്ത് പെട്ടുപോകും. ഓപ്പോസിറ്റ് സൈഡിൽ ടീച്ചർ അവളാണെങ്കിൽ വെട്ടി വീഴ്ത്തിയ പ്രിൻസസുമായിട്ട് അവിടുന്ന് കടന്നു പോവാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹേമാവരിയാണെങ്കിൽ ടെൻഷനായിട്ട് ആന ടീച്ചർക്ക് അവർക്ക് എന്താ സംഭവിച്ചത്, അവരെന്തിനാ പ്രിൻസസിനെ കൊന്നു കളഞ്ഞത്. കവാക്കിയാണെങ്കിൽ അവളോട് പറയും, നീ നിന്റെ കണ്ണിൽ കണ്ടത് മാത്രമേ വിശ്വസിക്കാനായിട്ട് പാടുള്ളൂ. ആന സെൻസായിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇത് ഞാൻ മുൻപ് തന്നെ നോട്ടീസ് ചെയ്താണെന്ന് പറയും. അടുത്ത നിമിഷം ബാക്കിയുള്ള കുട്ടികളെല്ലാം അവിടേക്ക് ഓടി എത്തുകയാണ്. ഓരോരുത്തരും കൊവാക്കിയുടെ ഹേമാവരിയുടെ ഫേസ് എക്സ്പ്രഷനൊക്കെ കണ്ട് ടെൻഷനാവും. എന്തു പറ്റി? ടീച്ചറും പ്രിൻസസും അവർ രണ്ടുപേരും എവിടെ? പിന്നെ ഹേമാവരിയാണെങ്കിൽ തല താഴ്ത്തി അവരോട് പറയും, ടീച്ചർ പ്രിൻസസിനെ കൊന്നു. അത് കേട്ട് അവർ ഞെട്ടും. എന്തായി പറയണേ? ടീച്ചർ പ്രിൻസസിനെ കൊന്നുവെന്നോ? ഒരു കാരണവശാലും ഞങ്ങളിത് വിശ്വസിക്കില്ല. പിന്നെ ഹേമാവരിയും കൊവാക്കിയും അവർ നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റുഡൻസിനോട് പറയാണ്. അവർക്കാണെങ്കിൽ അപ്പോഴും അത് വിശ്വസിക്കാനാവുന്നില്ല. ഞെട്ടൽ മാറാതെ നടന്ന കാര്യങ്ങളെല്ലാം അവരിപ്പോൾ പരസ്പരം പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ചെമ്പമുടിയനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് പൊട്ടിക്കരയാണ്. ടീച്ചർ നമ്മളെ ഇപ്രകാരം ചീറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എനിക്ക് ഉപരിയായിട്ട് പ്രിൻസസിന് ടീച്ചറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളോട് തന്നെ ടീച്ചർ ഇപ്രകാരം ചെയ്തു. അതിന് കൊവാക്കി പറയും, ടീച്ചർ തുടക്കം മുതലേ ഇത് പ്ലാൻ ചെയ്ത് തന്നെയാണ്. എനിക്ക് ആദ്യം മുതലേ ടീച്ചറിന് മേലെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഞാൻ അവളെ കണ്ടെത്തും. അത് കേട്ട് ചെമ്പമുടിയൻ അവൻ വണ്ടടിക്കും. ടീച്ചർക്ക് നല്ല പവറാണ്, നമ്മളെല്ലാവരും വെറും സ്റ്റുഡൻസ് മാത്രമാണ്. ടീച്ചറിനെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതിന് ഹീമാവരിയാണെങ്കിൽ കൊവാക്കിയുടെ അടുത്തേക്ക് വന്ന് പറയും, ബ്രിഡ്ജ് മൊത്തത്തിൽ തകർന്നു കിടക്കുകയാണ്. നമുക്ക് ഓപ്പോസിറ്റ് എത്താനായിട്ട് ടൂളോ ഡ്രോണോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പിന്നെ എങ്ങനെ നീ ഓപ്പോസിറ്റ് സൈഡ് എത്തും? അത് മാത്രമല്ല, പ്രിൻസസിനെ ടീച്ചർ ഓൾറെഡി കൊന്നു കളഞ്ഞു. അതിന് കൊവാക്കി പറയും, പ്രിൻസസ് അവൾ മരിച്ചിട്ടില്ല. അവൾ മരിച്ചിരുന്നുവെങ്കിൽ ടീച്ചർ ഒരിക്കലും അവളെ നമ്മുടെ കൺമുൻപിൽ നിന്നും കൊണ്ടുപോവില്ലായിരുന്നു. അവൾക്ക് ജീവനുണ്ട്. എത്രയും വേഗം എനിക്ക് ഓപ്പോസിറ്റേക്ക് എത്തി അവളെ രക്ഷിക്കണം. അവർക്കാണെങ്കിൽ ആ പറയുന്നൊക്കെ കേട്ട് ടെൻഷൻ കൂടി കൂടി വരും. അവളാണെങ്കിൽ അവളുടെ വ്യാഹു കണ്ണ് അത് അവേക്കൻ ചെയ്യാണ്. അവളാണെങ്കിൽ അത് അല്പം നേരം ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്ട്രെയിൻ ഒക്കെ തോന്നി അവൾ അങ്ങനെ താഴെ ഇരിക്കുകയാണ്. കൊവാക്കി ദേഷ്യപ്പെട്ട് പറയും, നീ ആവശ്യമില്ലാതെ സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമില്ല. ഇതെങ്ങനെയെങ്കിലും ഞാൻ കൈകാര്യം ചെയ്യാം. അവരെ ഞാൻ കണ്ടെത്തും. അതിന് ബാക്കിയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ കൊവാക്കിയുടെ കൂടെ നിൽക്കും. ഞങ്ങളും നിന്നോടൊപ്പം സഹായിക്കാൻ തയ്യാറാണ്. ടീച്ചർ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കും അറിയാം. ഞങ്ങളിലും സ്കില്ലുള്ള ആളുകളുണ്ടെന്ന് പറയും. പക്ഷെ കൊവാക്കി ആണെങ്കിൽ അതിന് സമ്മതിക്കാതെ അവരെ ദൂരേക്ക് മാറ്റി നിർത്തുകയാണ്. കട്ട് ചെയ്ത ആന ടീച്ചറിനെ കാണിക്കും. ടീച്ചറാണെങ്കിൽ പ്രിൻസസുമായിട്ടൊരു ഗുഹയ്ക്കകത്ത് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. പ്രിൻസസിന് അവൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. പ്രിൻസസ് ആണെങ്കിൽ ടീച്ചറിനോട് ചോദിക്കും, ടീച്ചർ എന്തു പറ്റി? നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലാൻ ശ്രമിക്കണേ? ഞങ്ങളുടെ ഹാന ടീച്ചർ ആൾ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയും. അതിനവൾ ദേഷ്യപ്പെട്ടു പറയും, നിന്റെ ഹാന ടീച്ചർ അല്ല ഞാൻ, അവൾ എൻ്റെ ബോഡിയിലെ വേറൊരു പാർട്ട് മാത്രമാണെന്ന് പറഞ്ഞ് പ്രിൻസസിനെ ആഞ്ഞടിക്കും. ഞാൻ പറയുന്നത് വരെ നീ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, എനിക്ക് പ്രധാനം അതെൻ്റെ മിഷനാണെന്ന് പറഞ്ഞ് അവളങ്ങനെ പൊട്ടിച്ചിരിക്കും. പക്ഷെ അടുത്ത നിമിഷം അവളുടെ കണ്ണിലൂടെ താഴേക്ക് കണ്ണുനീർ ഒഴുകുകയാണ്. അത് കണ്ട് പ്രിൻസസ് അത്ഭുതത്തോടു കൂടെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കും. കരയുന്നത് ഞാനല്ല, എൻ്റെ ഉള്ളിലുള്ള നിന്റെ ടീച്ചറാണ്. അവൾക്ക് നിന്നെ അടിക്കുമ്പോൾ നോവുന്നുണ്ട്. പ്രിൻസസിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൾ കൺഫ്യൂസ്ഡ് ആയി മിറർ ലേഡി ഹാന സെൻസായി അവൾ പറയുന്നതിനെ ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. മിറർ ലേഡി ആണെങ്കിൽ തീർത്ത് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും ഞാൻ നിന്നെ കൊല്ലില്ല. ഒരു ഹോസ്റ്റേജസ് ആയിട്ട് നിന്നെ ഞാൻ ഉപയോഗിക്കും. ഞങ്ങളുടെ ബോസ് അത് നിന്റെ ഗ്രാമമായ ലാൻഡ് ഓഫ് ബാംബുവിലുള്ള മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ 2 അസിസ്റ്റൻസ് ആണ് ഞാനും നിന്റെ ടീച്ചറും. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിലും അദ്ദേഹത്തെ മോചിപ്പിക്കണമെങ്കിലും നിന്റെ ജീവൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. സോ ഉറപ്പായിട്ട് നിന്നെ കൊടുത്ത് അദ്ദേഹത്തിന്റെ ലൈഫ് അത് ഞങ്ങൾ സേവ് ചെയ്യുമെന്ന് പറയും. അതിന് പ്രിൻസസ് അവൾ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളുടെ ലക്ഷ്യം അതൊരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. കവാക്കിയും ഹേമാവരിയും അവർ രണ്ടുപേരും ഇവിടേക്ക് എത്തി എന്നെ മോചിപ്പിക്കുമെന്ന് പറയും. അതിന് ആ ടീച്ചർ ചിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ആ ഒരു ബ്രിഡ്ജ് തകർത്ത് കളഞ്ഞു. നാളെ ഷിപ്പ് ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നിന്നെ കൈമാറി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. പിന്നെ ആർക്കും നിന്നെ രക്ഷപ്പെടുത്താനാവില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ക്യാറ്റ് ലേഡിയും ടീമും അവരാണെങ്കിൽ ഒരു കയറെടുത്ത് ഓപ്പോസിറ്റിലേക്ക് വലിച്ചെറിയും. അത് ഓപ്പോസിറ്റുള്ളൊരു മരത്തിൽ ലോക്കായി ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് ഓപ്പോസിറ്റേക്ക് അങ്ങനെ കയറിൽ പിടിച്ച് തൂങ്ങി പതിയെ കടന്നു പോവാണ്. കൊവാക്കിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഓപ്പോസിറ്റ് സൈഡെത്തി ആ ഇൻസെക്ട് യൂസർ പെണ്ണ് അവളാണെങ്കിൽ അവളുടെ ഇൻസെക്റ്റിനെ ഉപയോഗിച്ച് അവിടെ അന്വേഷിക്കാനായിട്ട് തുടങ്ങും. എന്നെക്കൊണ്ട് ഇവറ്റുകളെ വൈഡ് റേഞ്ചിൽ ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. സോ എൻ്റെ
സോ എൻ്റെ ഇൻസെക്റ്റുകളുടെ യൂസ് അത് പരിമിതമാണെന്ന് പറയും. അതിന് കൊവാക്കി ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് എല്ലാവരെയും ഓരോ ഭാഗത്തൂടെ അവരെ അന്വേഷിച്ച് പറഞ്ഞയക്കും. ഉടനെ ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പോൾ എല്ലാവരോടായിട്ട് പറയും, ആക്ച്വലി ഈ ഒരു ഐലാൻഡിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ആ കാറ്റ് ലേഡിയുടെ കയ്യിൽ ഞാൻ കൊടുത്തതാണ്. അത് കണ്ടെത്തി ഈ ഐലാൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് വായിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ക്ലൂ അത് കണ്ടെത്താൻ പറ്റുമെന്ന് പറയും. കൊവാക്കിയാണെങ്കിൽ അവളോട് അത് ചെക്ക് ചെയ്യാൻ പറയാണ്. അവളാണെങ്കിൽ കാറ്റ് ലേഡിയുടെ കയ്യിൽ നിന്ന് ഓരോരോ ബുക്സ് ആയിട്ട് എടുക്കും. അതിൽ നിന്ന് ആ ഐലാൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന്റെ നോർത്ത് സൈഡായിട്ടാണ് കപ്പൽ വരുന്ന പോർട്ട്. അപ്പൊ തീർച്ചയായിട്ടും ടീച്ചർ അവൾ പ്രിൻസസുമായിട്ട് അവിടേക്ക് തന്നെ പോയിട്ടുണ്ടാവും. അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിരിക്കും അവരുടെ പ്ലാൻ. അത് ശരിയായ അസംഷൻ ആണെന്ന് മനസ്സിലാക്കിയ കൊവാക്കി അവനിപ്പോ എല്ലാവരോടും ഒരു ഭാഗം നോക്കി ഉഷാറായിട്ട് ഓടാൻ പറയും. അത് കേട്ട് എല്ലാവരും ഉഷാറായിട്ട് അതുവഴി ചാടി ഓടുകയാണ്. അങ്ങനെ അല്പദൂരം മുൻപോട്ടേക്ക് എത്തുമ്പോഴായിരിക്കും ആ കുഞ്ഞി പയ്യൻ അവനൊരു കാഴ്ച കാണുക. അവൻ പ്രിൻസസിന് കൊടുത്ത സ്വീറ്റ്സ് അത് ആ വഴിനീളെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. അതെല്ലാം ഉറുമ്പുകൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. അവനാണെങ്കിൽ ആ കാര്യങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. പ്രധാനമായിട്ട് കൊവാക്കിക്ക് ഇത് തീർച്ചയായിട്ടും ഞാൻ പ്രിൻസസിന് കൊടുത്ത സ്വീറ്റ്സ് തന്നെയാണ്. നമ്മളെ അവളുടെ അരികിലേക്ക് എത്തിക്കാൻ അവൾ നമുക്ക് വേണ്ടി ഉപേക്ഷിച്ച അടയാളമാണിത്. ഇത് ലക്ഷ്യമാക്കി പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് അവളെ കണ്ടെത്താമെന്ന് പറയും. അതിന് കവാക്കി ഓക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ്. ആ ഇൻസെക്ട് യൂസർ പെണ്ണ് അവളാണെങ്കിൽ ഷോർട്ട് റേഞ്ചിൽ അവളുടെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതനുസരിച്ച് വീണ്ടും വീണ്ടും അവർ മുൻപോട്ടേക്ക് തന്നെ പോവാണ്. ഹേമാവരി അവള് ഭീതിയോടുകൂടെ പറയും, ആക്ച്വലി വില്ലത്തി നമ്മുടെ ടീച്ചർ തന്നെയാണ്. ഇൻ കേസ് ടീച്ചറെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ കൊവാക്കിയാണെങ്കിൽ തീർത്ത് പറയും, ഇമോഷണൽ ആയിട്ട് ടീച്ചറിനോട് പെരുമാറിയിട്ട് യാതൊരു കാര്യവുമില്ല. അവർ ടീച്ചറായിട്ട് ആക്ട് ചെയ്യാണ്. ആ ഒരു റിയൽ അസാസിനറാണ്. സോ എത്രയും വേഗം അവരെ കണ്ടെത്തി ലോക്ക് ചെയ്യണം. ടീച്ചറിന്റെ ലൈഫാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അവളെ നമുക്ക് സേവ് ചെയ്തേ പറ്റൂ. ഉടനെ ഇൻസെക്ട് യൂസർ പെണ്ണാണെങ്കിൽ ദൂരത്തായിട്ട് ഒരു ഗുഹ കാണിച്ചു കൊടുക്കും. അതെ, എനിക്ക് ഉറപ്പുണ്ട് അവിടെ തന്നെ ടീച്ചറും പ്രിൻസസും ഉണ്ട്. എൻ്റെ ഇൻസെക്റ്റുകൾ ഒറ്റകൾ അവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയും. ഉടനെ കൊവാക്കിയാണെങ്കിൽ അടിച്ചു പറയും, ഇവിടെ മുതൽ നമ്മൾ രണ്ടായി പിരിയാണ്. ഞാൻ മാത്രമായിരിക്കും ആ ഗുഹയ്ക്കകത്തേക്ക് പോവുക. അതിന് ബാക്കിയുള്ളവർ സമ്മതിക്കാതെ അവരെല്ലാവരും കൊവാക്കിയുടെ കൂടെ വരാനായിട്ട് റെഡി ആവുകയാണ്. വേറെ വഴിയില്ലാതെ കൊവാക്കിയാണെങ്കിൽ അവന്റെ റിയൽ ഹെഡ് ബാൻഡ് അത് അവർക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഷിനോബിയാണ്, ഒരു കെനിയനാണ്. പ്രിൻസസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന മിഷനുമായിട്ടാണ് ഞാൻ അക്കാദമിയിലേക്ക് വന്നത്. സോ നിങ്ങളെ കൊണ്ട് അസാസിൻ ടീച്ചറിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. ഇവിടെ മുതൽ ഞാൻ ഈ മിഷൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുകയാണ്. നിങ്ങളുടെ സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞതെന്ന് പറഞ്ഞ് കൊവാക്കി അങ്ങനെ നടന്നു പോകും. ബാക്കിയുള്ളവരാണെങ്കിൽ കൊവാക്കി വിഷ് ചെയ്ത് പ്രതീക്ഷയോടുകൂടെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. കൊവാക്കിയാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ ഗുഹയുടെ തൊട്ടടുത്ത് കൊവാക്കിക്ക് ഒരു വമ്പ ടിസ്റ്റ് കൊടുത്തുകൊണ്ട് ഇപ്പൊ ഹീമാവരിയും അവന്റെ പിന്നാലെ വരികയാണ്. യു ആർ അൺബിലീവബിൾ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ പിന്നാലെ വരാൻ പാടില്ല എന്ന്, എന്നിട്ട് വീണ്ടും നീ എന്റെ പിന്നാലെ വന്നോ? അതിനവള് പറയും, ഞാനും നിന്റെ പാർട്ട്ണറല്ലേ, എന്റെ സഹായം തീർച്ചയായിട്ടും നിനക്കിതിന് ആവശ്യം വരും. നമുക്ക് ഒരുമിച്ച് രണ്ടുപേർക്കും ചേർന്ന് അവളെ കണ്ടെത്താന്ന് പറയും. വേറെ വഴിയില്ലാതെ കൊവാക്കിയും അതിന് ഓക്കെ പറയും. കട്ട് ചെയ്ത ഇവിടെ പ്രിൻസസിനെ കാണിക്കും. അവളാണെങ്കിൽ ഒറ്റയ്ക്ക് ആ ഗുഹയുടെ അകത്തിരിക്കുകയാണ്. അപ്പൊ അവള് ടീച്ചർ അവൾക്ക് നേരെ എറിഞ്ഞ ഒരു കത്തി കാണും. അവൾ ആ കത്തിയില് അവളുടെ കയറ് അത് നല്ല ഫോഴ്സിൽ ഉരച്ച് ആ കയറങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഉഷാറായിട്ട് പുറത്തേക്ക് ഓടി വരും. അവളൊരു അല്പദൂരം മുൻപോട്ടേക്ക് ഓടിയെത്തേണ്ട താമസം ടീച്ചർ അവളുടെ പിന്നാലെ വന്ന് ഒരു കത്തി അങ്ങനെ വലിച്ചെറിയും. അവള് ടീച്ചറുടെ ആ ഒരു അറ്റാക്കില് അങ്ങനെ തെറിച്ച് വീഴുകയാണ്. എന്തുപറ്റി? നീ രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയോ? അറിയാതെ ഞാൻ പറയുന്നത് കേട്ട് അനുസരണയോട് കൂടെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്നെ രക്ഷിക്കാൻ ആരും ഇവിടേക്ക് എത്തില്ല. നമുക്ക് പോവാനുള്ള കപ്പൽ അത് വരാൻ സമയമായെന്ന് പറയും. അതിനവളാണെങ്കിൽ തീർത്തു പറയും, എനിക്ക് എന്റെ ഫ്രണ്ട്സിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അവര് തീർച്ചയായിട്ടും എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടേക്ക് എത്തും. അത് കേട്ട് കൺട്രോൾ പോയ ടീച്ചറാണെങ്കിൽ ഒരു കത്തി എടുത്ത് പ്രിൻസസിന്റെ കാലിൽ ആഞ്ഞു വെട്ടും. അതിനുശേഷം വീണ്ടും അവളെ പരിക്കേൽപ്പിക്കാനായിട്ട് കത്തി ഉയർത്തും. അടുത്ത നിമിഷം കൊവാക്കിയും ഹേമാവരിയും അവർ രണ്ടുപേരും ചാടി വീണ് ടീച്ചറിനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. ടീച്ചറാണെങ്കിൽ അവരെ കണ്ട് ഷോക്കാവും. ഓ നോ, നീ ഇവിടം വരെ എന്നെ തേടി എത്തിയല്ലേ? അതിനവൻ പറയും, ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് അവരെല്ലാവരും ചേർന്നാണ് ഇവിടം വരെ എത്തിയതെന്ന് പറയും. അത് കേട്ട് ടീച്ചർ ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.